എടുക്കുക. അയ്യോ അയ്യോ. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് പിസ്സ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അത് ചെറുതായിട്ടല്ല, നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അത് തന്നെ, ക്യാപ്സിക്കം ഉണ്ടല്ലേ, പൊളിക്കാൻ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ പിസ്സ എന്ന് പറയുന്ന സാധനങ്ങൾ കുറേ നാട്ടുകളിൽ തിന്നാത്ത ആൾക്കാരുണ്ട്. ഈ ഉള്ള ഏരിയയിലൊക്കെ കുറേ കുട്ടികളും കുറേ ആൾക്കാർക്ക് പിസ്സ എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മളൊരു ഉള്ള ഏരിയയാണ്, പക്ഷെ എന്നാലും നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെക്കന്മാർക്ക് കൊടുക്കാം. ചെക്കന്മാർ തിന്നട്ടെ, അവർ തിന്നട്ടെ, നമുക്ക് വേണ്ട. ശരിക്കും പിസ്സ പറഞ്ഞാൽ എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആണ് സാധനം അല്ലേ? അത്രയും ടേസ്റ്റ് നമ്മുടെ ചെക്കന്മാരുടെ കൂടുതലും, കാരണം ചെക്കന്മാർ നമ്മുടെ യൂത്ത് പിള്ളേർ കൂടുതലും ഈ പിസ്സയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. നമുക്ക് പിസ്സ കൂടെ മാവ് റെഡിയാക്കാം. മൈദാ മാവാണ് ഇവിടെ എടുത്തിങ്ങനെ. ഉപ്പ്, ഇളം ചൂട് വെള്ളത്തിൽ നമ്മളിനി ഈസ്റ്റ് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി അല്പം പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാവിലേക്ക് നമുക്ക് ഈ സൊല്യൂഷൻ കൂടി ഇടാം. വെള്ളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഓരോ ദിവസം നല്ല സ്പ്രെഡാക്കിയിട്ട് നമ്മുടെ മാവ് എടുത്ത് അതിൽ വെക്കിടാം. അങ്ങനെ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക എൻ്റെ മേലെ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായി പുരട്ടി മാവിൻ്റെ മേലെ നന്നായി സ്പ്രെഡാക്കിയിട്ടുണ്ട്. നമുക്ക് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സെറ്റായി. അടുത്ത് നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസിനായി നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇതിലേക്ക് ഇടാം. സവാള ചെറുതെ കട്ട് ചെയ്ത്, ചില്ലി ഫ്ലേക്സ്, വറമുളക് നമ്മൾ ചതച്ചെടുത്ത്, അപ്പോൾ ഇത് ഓർഗാനോ, ഇത് വന്നിട്ട് ശരിക്കും പനിക്കൂർക്ക കണക്കൂർക്ക എന്നൊക്കെ പറയാം. അതിൻ്റെ ഇലയാണ്, ആ ഇല ഉണക്കിയെടുത്ത് ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ തക്കാളി വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ് നമുക്കിതിലേക്കിടാം. അപ്പോൾ ഈ വേവിച്ച തക്കാളിനെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചതച്ച് വിടുക. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആവും. ഉപ്പ്, മുളക് പൊടി,
ശരിക്കും പിസ്സ സോസ് ആയിട്ടില്ല. നമ്മൾ ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഫൈൻ പേസ്റ്റ് ആക്കും അല്ലേ ചില. എന്തായാലും സോഫ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ റെസ്റ്റ് വെച്ച മാവ് പെരുത്ത് വലുതുണ്ട്. അപ്പോൾ ഒന്ന് കുഴക്കട്ടാ ചില. ആഹാ എന്താ മോനെ, ഒന്ന് നമുക്ക് കുഴക്കട്ടാ. ഞാൻ മനത്ത് പറഞ്ഞാണ് കുഴച്ചില്ല. കുഴക്കട്ടാ പോസ്റ്റ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് പരത്തരച്ചില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് സ്റ്റാർ പീസ് ഉണ്ടാക്കാന്നാണ്. പക്ഷേ സ്റ്റാർ പീസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. രസമില്ല സ്റ്റാർ ആക്കാനേ. സ്റ്റാർ ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും സ്റ്റാർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യാം അല്ലേ. അടുത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഷഹീലിൻ്റെ കലാപരിപാടിയാണ്. നമുക്ക് വേൾഡ് ലാർജസ്റ്റ് പീസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ തട്ട് ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടി വലുത് തട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് വലിക്കായിരുന്നല്ലേ. വലിച്ചിട്ടുണ്ടോ? സംഭവം സൂപ്പറുണ്ട്. നമുക്ക് മൂടാല്ലേ? മൂടല്ല, നമുക്കിനി തിരിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഈ തിരിച്ചിടുന്നുണ്ട്. അടിയിലൊരു ഓയിലൊക്കെ തേക്കാണ്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. പിടിച്ചോ. വലിയ പൊറോട്ടയാണ് ഉദ്ദേശിക്കുക. അയ്യോ അതാ കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ എങ്ങനെയുണ്ട് സംഭവം ഉഷാറ്. നല്ല നൈസായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിതിൽ ഓയിലൊന്ന് ആക്കാൻ പോവാണ്. ഈ ഓയിൽ നമ്മളെല്ലാവിടെയും സ്പ്രെഡാക്കി വയ്ക്കാം. പിസ്സ മാവ് നമുക്ക് ഇതിൽ വെക്കാം. നമ്മൾ ഓയിൽ തേച്ചതിനെ എടുത്തിട്ട് ഓക്കെ. അപ്പോൾ പിസ്സയിൽ നല്ല ഹോൾഡ് എടുക്കുക. അതാണ് ഈ മാവൊക്കെ അത് വേഗമുള്ളൂ. ഉള്ളിലൊക്കെ ഈ ആവി ഇറങ്ങിപ്പോയിട്ട്. ഒരു ഫോർക്ക് എനിക്ക് അപ്പോൾ നമ്മൾ പിസ്സൻ്റെ സോസ് ഇതാ റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് അടിക്കാൻ പാടില്ല, ഒരു തരിതരി ഇങ്ങനെ വേണം. അപ്പോൾ മാവിൽ നന്നായിട്ട് പിസ്സ സോസ് നമ്മൾ സെറ്റാക്കി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മൊസറല്ല ചീസ്. ഇപ്പോൾ ക്യാപ്സിക്കം നമ്മൾ റൗണ്ടാക്കി വെച്ച് നമുക്ക് ആദ്യം ഇടാം അല്ലേ സുഖല്ലേ. പീസ് നമ്മൾ അടിപൊളിയാക്കുന്നു, എന്നിട്ട് തിന്നു. ക്യാപ്സിക്കം കൂടി എടുത്തിട്ട് ഇതാ. ഇനി നമ്മുടെ ഉള്ളി. ഇനി ചിക്കൻ നമ്മൾ വറുത്തെടുത്തില്ലേ ശരി. നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ഇല്ലാണ്ട് എന്ത് ചിക്കൻ പിസ്സ. നല്ല ശരി.
അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. അല്ലെങ്കിൽ ബോണൊക്കെ ഉള്ള ചിക്കനാണെങ്കിൽ കടിക്കുമ്പോൾ ബോണൊക്കെ കുടുങ്ങിയ ഗ്ലാസ് അങ്ങനെ ആക്കണ്ടേ. അപ്പോൾ ഒലീവ്സില്ല ചെയ്താ ഹായ്, എന്താ കളർ അയക്കണത് നമ്മുടെ പിസ്സ? ചിക്കൻ പിസ്സ കളർഫുൾ അയക്കണേ. അപ്പോൾ അടുത്ത നമ്മളിതിൽ ഇടാൻ പോണത് വന്നിട്ട് വൈറ്റ് പെപ്പർ. ചില്ലി ഫ്ലേക്സ്, വറമുളക് ചതച്ചെടുത്ത്, ഓർഗാനോ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പനിക്കൂർക്ക. ഇനി ഇതിന് മുകളിൽ ഒരു കോട്ടിങ് കൂടെ നമ്മൾ മൊസറല്ല ചീസ് ഇടുകയാണ്. ചീസ് ഇടുമ്പോൾ അതിന് വലിവ് കിട്ടുക. അപ്പോൾ നമുക്ക് പിസ്സ ചൂടാക്കി എടുക്കുക. ചൂടാക്കാണ്ടാണ് നല്ല മണം വരുന്നത്. അപ്പോൾ ചൂടാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്ക്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മളതിൻ്റെ സൈസ് കറക്റ്റായിട്ടുള്ളൊരു തട്ടെടുത്തിട്ട് ഓക്കെ സെറ്റ്. നന്നായിട്ട് കനൽ നമുക്ക് നിറയെ ഫില്ല് ചുറ്റും വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ ചെയ്തതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കൊക്കെ തിരിച്ചുകൊണ്ടേയിരുന്നു, കാരണം അടി പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടേയിരുന്നാൽ എല്ലാവിടെയും കറക്റ്റായിട്ട് വേവ് കിട്ടും. കനലൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് എടുത്ത് നോക്കാം. പീസ ഒന്നും എടുത്ത് നോക്കുന്നുണ്ടാവുന്നു ശരിയല്ലേ? നോക്കട്ടെ. നമ്മൾക്ക് എടുക്കാം. അയ്യോ, സംഭവം രക്ഷയില്ല, പൊളിച്ചു. അയ്യോ, ചീസി ചിക്കൻ പിസ്സ. അപ്പോൾ നമ്മുടെ ചിക്കൻ പിസ്സ നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാമറമാൻ്റെ കൂട്ടുകാരന്മാരെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനിയന്മാരാണ് ഇവരുണ്ട്, ഷാമിലും മിസ്ഹബും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാമല്ലേ? എടുത്തോ. എടുത്തെടുത്തോ. മോസറല്ല ചീസൊക്കെ കട്ടി വന്നിട്ടുണ്ട്. അടിപൊളി സാധനം അല്ലേ? അഭിപ്രായം ഇവരെ പറയാട്ടാ. എങ്ങനെയുണ്ട് മിസ്സു? അതല്ലേ പൊളി. ബന്നെ നല്ല പഞ്ഞു പോലെ വെന്തിട്ടുണ്ട്. ചീസൊക്കെ കട്ടയ്ക്ക് തൊട്ടിക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം ഒരു കട്ടിങ് മെഷീൻ ഉള്ളതില്ലേ. ചീസോടെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടാം. അവിടെ എല്ലാവരും കഴിച്ചോ? എങ്ങനെയുണ്ട് മിഥുനെ സംഭവം? സെറ്റ് സാധനം. സെറ്റ് നല്ല അർഷ അങ്ങനെയുണ്ടോ? അടിപൊളി. എങ്ങനെയുണ്ട്? അത് നീ ശരിക്കും പറഞ്ഞോ? സൂപ്പറായിരുന്നു. അല്ല എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ? സത്യം പറഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി സാധനം. അപ്പോൾ ഇത് ഷാമിൽ, മിസ്സു. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലെല്ലാം ഡെയിലി ഉള്ളവരാണ്. ഇവർ രണ്ടുപേരും ക്യാമറയുടെ ബാക്കിൽ. അപ്പോൾ ഇന്ന് ഇവർ ടേസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ പറയുന്നുണ്ട്
ഷാമി പിസ്സ ആദ്യമായിട്ട് കഴിക്കുന്നു, മിസ്സും ആദ്യമായിട്ട് കഴിക്കുന്നു അല്ലേ? ഇപ്പോൾ അതിൻ്റെ സമയമില്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചടപടയാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.